ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് നാളെ വരികയാണ്. സോ മാർക്കറ്റിൽ ചെറിയൊരു വോളറ്റിലിറ്റിയുടെ ഒരു കാര്യം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈക്ക് അരികിൽ നിൽക്കുകയാണ്. 25,879 റേഞ്ചിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ റേഞ്ച് എന്ന് പറയുന്നത് 26,282 റേഞ്ചാണ്. സോ ഇപ്പം നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നത് BJP ആൻഡ് JDU അടങ്ങിയ ഒരു കോയിലേഷൻ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് ആണ് നാളെ വരാനിരിക്കുന്നത്. കാര്യം, സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നത് BJPയും JDUവും കൂടെ ചേർന്നാണ്. സോ മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെന്റ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു ഗവൺമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോളിസിയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫിനാൻസ് കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ അതിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ടിന് എന്തായാലും എന്നെ സംബന്ധിച്ച് പ്രാധാന്യമുണ്ട്. ഇതിലെതിരെ അഭിപ്രായമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാവാം. ബട്ട് അങ്ങനെ എന്താ പറയാ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവുന്നതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. സോ നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്ത് പോവാം. നിഫ്റ്റി എന്ന് നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് 25,879 ആണ്. സോ ബീഹാർ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഞാൻ കരുതുന്നത് ഒരു ഓൾ ടൈം ഹൈ മാർക്കറ്റ് റീച്ച് ചെയ്യുമെന്നാണ്. സോ മാർക്കറ്റ് ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്നത് ഈ ഒരു സോണിലാണ്. 26,100 എന്നുള്ള സോണിൽ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. അതൊരു സ്വാഭാവികമായ ഒരു സെല്ലിംഗ് പ്രഷറാണ്. അത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല, പാനിക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റ് ആ ഒരു സോൺ എത്തിയപ്പോഴത്തേക്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ഇനി നാളെ ഒരു ലെവൽസ് ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ 25,730 എന്നുള്ള റേഞ്ച് ഒരു പ്രധാനപ്പെട്ട സോണായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് ഒരു ഗ്യാപ്പ് അപ്പ് തന്നു പോയത്. സോ ഈ ഏരിയയിലേക്ക് തിരിച്ചെത്തിയാൽ മാർക്കറ്റിൽ ഒരു ബയേഴ്സിനെ കൺട്രോൾ ആവാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും പരിശോധിക്കാം. ടോപ്പ് ഗെയിനേഴ്സിലുള്ളത് ഏഷ്യൻ പെയിന്റ്സ്, ഹിൻഡാൽകോ, ICICI ബാങ്ക്, ഇൻഡിഗോ ആൻഡ് ലാർസൺ ആണ്. ഇപ്പൊ ടോപ്പ് ഗെയിനേഴ്സിൽ ഏഷ്യൻ പെയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ റിസൾട്ട് ബേസ്ഡ് മൂവ്മെന്റ് ആണ്. ഇൻഡിഗോയിലും ഒരു റിസൾട്ട് അതിമനോഹരമായ റിസൾട്ട് എന്ന് പറയാനില്ലെങ്കിൽ പോലും ഇൻഡിഗോയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റിൽ ഓവറോൾ ഹെൽത്ത് ബെറ്റർ ആണെന്നുള്ള കാര്യമാണ് എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നത്. ടോപ്പ് ലൂസേഴ്സിന്റെ ആണെങ്കിൽ എട്ടേണൽ, മെമാൻഡം, ONGC, BEL ആൻഡ് ട്രെൻഡ് ആണ് നിലവിലുള്ളത്. ഇപ്പൊ ട്രെൻഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ട്രെൻഡ് റിസൾട്ട് ഉറച്ച് ഒരു എന്താ പറയാ നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ട് പോലും മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റോക്കായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ട്രെൻഡിന്റെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. ട്രെൻഡിന്റെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, കുറച്ച് ഡൗൺ സൈഡ് മൂവ്മെന്റ് ട്രെൻഡിൽ പെൻഡിങ് ആണെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഏതാണ്? ആ ഒരു ലോയിൽ 4,212 എന്നുള്ള സോണിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ നോക്കുകയാണ്. ആൻഡ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം 4,204 സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് റിവേഴ്സൽ പ്രതീക്ഷിക്കാം. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെ തിരിച്ചെത്തും. എന്തായാലും ഇന്നത്തെ ക്യാൻഡിലിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മാർക്കറ്റ് താഴത്തെ ലോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒന്ന് ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ ഒന്ന് പരിശോധിക്കണം. കുറച്ച് സ്റ്റോക്കുകൾ ആളുകൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് ക്ലിയർ ചെയ്തിപ്പോൾ ആദ്യത്തത് ശക്തി പമ്പ്സ് ആണ്. ശക്തി പമ്പ്സിന്റെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ശക്തി പമ്പ്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏത് ഏരിയയിൽ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ശക്തി പമ്പ്സിന്റെ ഒരു ഓവറോൾ ഒരു 1 മന്ത് ചാർട്ട് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ശക്തി പമ്പ്സ് മോസ്റ്റ്ലി ഒരു അപ്സൈഡ് മൊമെന്റം ഒരു മന്ത്ലി ചാർട്ടിൽ നമുക്കിവിടെ കാണാൻ കഴിയും അല്ലേ. എത്ര ഹൈ പോയാൽ നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ശക്തി പമ്പ്സിന്റെ ഹൈ പോയതെന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു 1,362 റേഞ്ചാണ്. ആൻഡ് ആ ഏരിയയിൽ നിന്നും ശക്തി പമ്പ്സ് ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മന്ത്ലി ചാർട്ടിൽ നമുക്ക് വിസിബിൾ ആണ്. അത് വീക്കിലിയിലേക്ക് പോകുമ്പോഴും ആ ഒരു സെല്ലിംഗ് പ്രഷർ കുറച്ചും കൂടെ സ്ട്രെങ്ത്തിൽ നമുക്ക് അറിയാൻ കഴിയും. ഒരു ഗ്യാപ് ഡൗണും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പൊ ശക്തി പമ്പ്സിൽ ഇനിയിപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ശക്തി പമ്പ്സിന്റെ മേജർ സപ്പോർട്ട് ഏരിയാസ് ഏതാവാം എന്നുള്ളതാണ്. അപ്പൊ അത് വീക്കിലിയിലും ഡെയിലിയിലും എല്ലാം ചാർട്ട് നമുക്ക് മാറി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. സോ ഞാൻ പറയുന്ന ശക്തി പമ്പ്സിന്റെ ഒരു ഫുൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. 620 to 650 ഒരു 630 റേഞ്ച് വരെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ശക്തി പമ്പ്സ് മേ ബി ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 652 അല്ലെങ്കിൽ 630 ഈ ഒരു ഏരിയ, ഈ ബ്ലൂ ലൈൻ എന്നുള്ള ഏരിയ വരെ മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ശക്തി പമ്പ്സിൽ നമുക്ക് റിവേഴ്സൽ ട്രേഡ് നോക്കാം. അല്ലാത്ത പക്ഷം പുതിയ ട്രേഡ്സ് നമ്മൾ എടുക്കുന്ന കാര്യത്തിൽ ശക്തി പമ്പ്സിൽ ഒരു എന്താ പറയുക ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഹോൾഡ് ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പം എന്തായാലും ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ശക്തി പമ്പ്സിൽ ഒരു ഡിസിഷൻ എടുക്കാം. 7 അല്ലെങ്കിൽ 698 to 700 ഈ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ 700 എന്നുള്ള ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അടുത്ത വീക്കിൽ നമുക്കൊരു ഡിസിഷൻ ശക്തി പമ്പ്സിൽ എടുക്കാം. ഓക്കെ,
ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഇത് മനസ്സിലാക്കി വെക്കാം. ശേഷം എന്ന് പറയുന്നത് ഫിനോലെക്സ് കേബിൾ ആണ്. ഫിനോലെക്സ് കേബിൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫിനോലെക്സ് കേബിള് മന്ത്ലി ചാർട്ട് നമ്മളൊന്ന് നോക്കാം. ആദ്യം മന്ത്ലി ചാർട്ടിലാണെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയ എല്ലാം ഒരു മുന്നേ ബ്രേക്ക്ഔട്ട് തന്ന സോണിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നിലവിലുണ്ട്. ആൻഡ് വീക്കിലിയിൽ സപ്പോർട്ട് എടുക്കാനുള്ള ശ്രമമാണ് ഫിനോലെക്സ് കേബിൾ നോക്കുന്നത്. കഴിഞ്ഞ വീക്കായാലും ശരി ഈ വീക്കായാലും ശരി ഫിനോലെക്സ് കേബിൾ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. സോ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. എന്തായാലും ഈ ലോ 754 എന്നുള്ള ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു എൻട്രി ഡിസിഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. നിലവിൽ ഈ സ്റ്റോക്കുകളിലൊന്നും പ്രത്യേകിച്ച് ഞാൻ എൻട്രി പറയത്തില്ല, എൻട്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ മാർക്കറ്റ് ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ തന്ന ശേഷം നമുക്ക് തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇവിടെ വാങ്ങുന്നത് കുറച്ച് ബിറ്റ് റിസ്കി ആണ്. മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ തന്നാൽ റീടെസ്റ്റിൽ നമുക്കൊരു എൻട്രി നോക്കാം. അതുവരേക്കും നോ എൻട്രി നമ്മൾ തൽക്കാലം ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശേഷമുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹുഡ്കോ ആണ്. ഹുഡ്കോ ഇതൊക്കെ ഡൗട്ട്സ് വന്ന സ്റ്റോക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹുഡ്കോ നല്ലൊരു കൺസോളിഡേഷൻ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുകയാണ്. ഹുഡ്കോ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ചാർട്ടിൽ വ്യക്തമാണ്. അപ്പോൾ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഹുഡ്കോ നേരിടുന്നത് ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുകയാണ്. ആൻഡ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഹുഡ്കോ നല്ലൊരു മൊമെന്റത്തിന് വേണ്ടി 250 എന്നുള്ള ഈ സോൺ ബ്രേക്ക് ചെയ്താൽ മേ ബി ഒരു മൊമെന്റം ആക്റ്റീവായിട്ട് ഉണ്ടാവും. അങ്ങനെ ഈ ഒരു സോണിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. 203 to 240. അപ്പോൾ ഈ 240 ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാണ്. കൂടുതൽ ഹയർ മൊമെന്റ്സ് പ്രതീക്ഷിക്കണമെങ്കിൽ മാർക്കറ്റ് 250 എന്നുള്ള റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, സോ ഹുഡ്കോ മേ ബി ആക്റ്റീവായിട്ട് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. നിങ്ങളെല്ലാം വാച്ച് ലിസ്റ്റിലിട്ട് വാച്ച് ചെയ്യൂ. ഒരു ചെറിയ പ്രഷർ ഒരു പുള്ളപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹുഡ്കോയിൽ നമുക്കൊരു എൻട്രി സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് നാളെയും മറ്റന്നാളും ആയിട്ടൊക്കെ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.